അപ്പൊ സംശയിക്കാന് ഒരുപാട് പേരുണ്ടല്ലോ അച്ഛാ. കൂടെ ഇപ്പോഴത്തെ സംഭവം കൂടെ ചേർത്ത് വായിച്ചാ മായ മരണത്തിലേക്ക് എത്തിച്ചവര് നിസ്സാരക്കാരായിരിക്കില്ല. പേടിക്കണം. പക്ഷേ ഇപ്പോഴും നമ്മൾ പാതി വഴിയിലല്ലേ? മുന്നോട്ടിനി എങ്ങനെയാണ്? അവക്ക് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. പിന്നിലുള്ളവർ നിസ്സാരക്കാരിൽ ഈ രാത്രി മനസ്സിലായ സ്ഥിതിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നത് അപകടമാണ്. പിന്നെ എന്തോ ഒരു വഴി. കൂടെ വരുണും പ്രകാശൊക്കെ ഉണ്ടെങ്കിലും അവരെ കൊണ്ട് കൂട്ടിയ കൂടുമെന്ന് വർഷയ്ക്ക് തോന്നില്ലായിരുന്നു. ആ സമയം വാസുദേവന് അതേ ചിന്തയിലായിരുന്നു. ശക്തരായ 6 പിന്നിൽ പിന്തുടരുമ്പോൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നത് പന്തിയല്ല. മായയുടെ മരണവും ഹരിയുടെ ജയിൽവാസവും കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് തോന്നിടത്തു നിന്നും ഒരു പുതിയ അധ്യായം തുടങ്ങുമ്പോൾ അത് പൊള്ളിക്കുന്നവർ ആരായാലും ഒരു മരണം കൂടെ അവരാഗ്രഹിക്കും. ഇത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ. അതുകൊണ്ട് ഇനി സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമാണ്. കൂടെ നിൽക്കുന്ന അവന്മാരെ കൂടെ കുരുതിക്ക് കൊടുക്കുന്ന ഏർപ്പാടാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അയാളും തലപുകൻ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെ വർഷ അച്ഛനെ നോക്കി. ഈ അവസരത്തിൽ നമുക്കൊപ്പം നിൽക്കാനും സഹായിക്കാനും ഒരാൾക്ക് കഴിയുവച്ചാ. അതുമാത്രമല്ല, ഇത് തെളിയിക്കേണ്ടത് അയാളുടെ കൂടെ ആവശ്യമാണ്. അച്ഛൻ എന്ത് പറയുന്നു? അവളുടെ ചോദ്യം കേട്ട് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് ഒരു പിടിയും കിട്ടാതെ ഇരിക്കുകയായിരുന്നു അയാള്. നീ പറഞ്ഞു വരുന്നത് സുദേവിനെ കുറിച്ചാണോ? മായയുടെ സഹോദരൻ? പക്ഷെ മോളെ അയാള്. അച്ഛൻ വാക്കുകൾ മുഴുവയ്ക്കും മുന്നേ അവൾ അച്ഛനെ തടഞ്ഞു. അയാളല്ല അച്ഛാ, ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരാളെ കുറിച്ചാണ്. മായയുടെ പീഡന കേസിൽ ഇപ്പോ ജയിലിൽ കിടക്കുന്ന അതേ ആള്, ഹരിശങ്കർ. അത് കേട്ടതും ഒരു നിമിഷം അയാളൊന്ന് ഞെട്ടി. അതെ അച്ഛാ, ഈ അവസരത്തിൽ അയാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂ. അയാൾ നിരപരാധിയാണെങ്കിൽ നമ്മളൊക്കെ കൂടുതൽ മായയെ നശിപ്പിച്ചവനെയും മരണം വരെ എത്തിച്ചവനെയും കണ്ടുപിടിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും അയാളുടെ കൂടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അയാളെ പുറത്തിറങ്ങിയ ഇനി മായയുടെ നീതിക്ക് വേണ്ടി അയാൾ ഉണ്ടാവും മുന്നില്. ആദ്യമൊന്നും അച്ഛനത് അത്ര ബോധിച്ചില്ലെങ്കിലും ഒന്നുകൂടെ ചിന്തിച്ചപ്പോ വർഷ പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് തോന്നി. അയാൾ നിരപരാധിയാണെങ്കിൽ ഇനി അവൻ ഇറങ്ങണം. പിന്നെ നമ്മൾ വഴി കാട്ടിയാൽ മതി. പട നയിക്കാൻ അവൻ ഇറങ്ങും. ചങ്കു പറിച്ചു തരാൻ തയ്യാറായാളുടെ ചങ്കിനിട്ട് കുത്തിയവൻ ആരായാലും അവന്റെ ചോര കണ്ടേ അവൻ കണക്ക് തീർക്കൂ. മായയുടെ ആഗ്രഹം പോലെ. അതെ, അതിനവൻ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ഇറക്കണം. അയാൾ മനസ്സിൽ ചിലത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അന്ന് ഭക്ഷണത്തിന് മുന്നിൽ നിന്നും എഴുന്നേറ്റത്. കൈ കഴുകി ഫോണെടുത്ത് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. അപ്പുറത്ത് കോള് അറ്റൻഡ് ചെയ്ത് ഹലോ എന്ന് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ചിന്തയിൽ പോയ വാസുദേവൻ സ്വബോധത്തിലേക്ക് വന്നത്. ആ ഹലോ ഹലോ, ഞാൻ വാസുദേവൻ. കാർത്തിക് അല്ലേ? അതെ, കാർത്തിക്കാണ്. എനിക്ക് മനസ്സിലായില്ല. കാർത്തിക്, ഞങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളെ കാണാൻ പാലക്കാട് വന്നിരുന്നു, കൊച്ചിയിൽ നിന്ന്. അത് കേട്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായതുപോലെ കാർത്തിക് വിനയത്തോടെയാണ് സംസാരിച്ചത്. ഹാ, ഇപ്പോൾ ഓർക്കുന്നു സാർ. ഞാൻ പെട്ടെന്ന് പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോ. എന്താ സാർ പെട്ടെന്ന്? എന്നെ കൊണ്ട് എന്തെങ്കിലും? കാർത്തിക്കിന്റെ ചോദ്യം കേട്ടപ്പോൾ തെല്ല ആശ്വാസത്തോടെയാണ് വാസ്തവൻ പിന്നീട് സംസാരിച്ചത്. കാർത്തിക്കിന്റെ ഒരു സഹായത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. അതിനു മുന്നേ ഒരു കാര്യം. രാവിലെ ഞങ്ങൾക്ക് ഇയാളോട് ചില കള്ളങ്ങൾ പറയേണ്ടി വന്നു. ഞങ്ങൾ വക്കീലും ഗുമസ്തനൊന്നുമല്ല. പക്ഷേ ഹരിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ വന്നത്. ഞങ്ങൾക്ക് അവിടെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാർത്തിക്, അതൊക്കെ ഒഴിവ് പോലെ പറയാം. ഇപ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഒരു വലിയ സഹായത്തിന് വേണ്ടിയാണ്. ഹരിയെ പുറത്തിറക്കണം. അത് കേട്ടപ്പോൾ കാർത്തികിന് സന്തോഷമാണ് തോന്നിയത്. അതിനെന്താ സാർ, ഹരിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. പക്ഷേ പീഡന കേസായോണ്ട് എന്തായാലും 3 മാസം ആവാറായില്ലേ. അത് കഴിഞ്ഞ് അവൻ ഈസിയായി പുറത്തു കൊണ്ടുവരാം. കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതുവരെ അത് മതിയെന്ന് വാസുദേവന് തോന്നി. അതുവരെ ഒന്നൊതുങ്ങാം, പുറകിലുള്ളവർ കരുതിക്കോട്ടെ, പേടിച്ചിട്ട് എല്ലാം നിർത്തിയെന്ന്. അങ്ങനെ അവർ സമാധാനിപ്പിക്കുന്ന ആ നേരത്ത് അവൻ്റെയൊക്കെ നെഞ്ചത് തന്നെ പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം ഈ കഥയുടെ 2ാം അംഗം. അതിന് അവൻ ഇറങ്ങട്ടെ. അല്ല, ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഹരിയെ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളൊക്കെ ശരിക്കും ആരാ? ഹരിയെ നന്നായി അറിയാവുന്ന ഞാൻ ഇതുവരെ അവന്റെ കൂടെ നിങ്ങൾ 2 പേരെയും കണ്ടിട്ടില്ല.
അവനുമായി ഒരു ബന്ധമില്ലാത്ത നിങ്ങളൊക്കെ എന്തിനാണ്? അത് കേട്ട് വാസുദേവൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ അകലെ നിൽക്കുന്ന മായയെ നോയിക്കൊണ്ട് കാർത്തികിനോടായി പറഞ്ഞു, തെറ്റുകൾ ആവർത്തനങ്ങളാവുമ്പോൾ അതിൽ ശരികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തിൽ തെറ്റുകാർക്കെതിരെ ശബ്ദിക്കാൻ ഒരു ശരി വേണം. ആ ശരി അതവനാണ്, ഹരിശങ്കർ. ഇനി ഞങ്ങൾക്ക് എന്താ ഇതിൽ കാര്യമെന്ന് ചോദിച്ചാ പറയാൻ ഒറ്റ ഉത്തരേ ഉള്ളൂ. തെറ്റ് ചെയ്തവനെ തെമ്മാടിക്കുഴിയിലേക്ക് എടുക്കാൻ കാത്തിരുന്ന ഒരാളുണ്ട് എന്റെ കൂടെ. അയാൾ ഹരിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ബാക്കിയൊക്കെ പറയാം ഒരിക്കല്. കാർത്തിക് പിന്നെ മറുത്തൊന്നും ചോദിച്ചില്ല. എല്ലാത്തിനും കൂടെ ഉണ്ടെന്ന വാക്കില് ആ ഫോൺ അവസാനിപ്പിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. മായയുടെ കണ്ണുകളിൽ കെടാതെ കിടക്കുന്ന അഗ്നിയും. രാവിലെ കോടതിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു വാസുദേവനും കാർത്തിക്കും. പാലക്കാട് നിന്ന് വേണ്ടതെല്ലാം ശരിയാക്കി തലേദിവസം തന്നെ കാർത്തിക് എത്തിയിരുന്നു. സമയം ഇഴങ്ങി നീങ്ങി. 11 മണിക്ക് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ കോടതി ചില നിബന്ധനകളോടെ ജാമ്യം അനുവദിച്ചു. മറ്റു കോടതി നടപടികൾ പൂർത്തിയാക്കി കാർത്തിക്കും ഹരിയോടൊപ്പം പുറത്തേക്ക് വരുമ്പോൾ മുന്നിൽ വാസുദേവനുണ്ടായിരുന്നു. അയാൾ ഹരിയുടെ കയ്യിൽ ഒന്ന് മുറുക്കി പിടിച്ചു. ഹരി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു, ചിലത് തുടങ്ങാനും ചിലത് ഒടുക്കാനും. അയാളത് പറയുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിച്ചു. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട് ചേട്ടാ. നേടാനോ നഷ്ടപ്പെടാനോ ഇനി ഒന്നുമില്ല എനിക്ക്. പക്ഷേ നേടാൻ ആഗ്രഹിച്ച ഒന്നുണ്ടായിരുന്നു, എൻ്റെ പെണ്ണ്. അവളുടെ പേരില് ഈ 3 മാസം ഞാൻ ഇരുമ്പഴിക്കുള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഈ തെറ്റിന്റെ പേരിൽ ഒരുത്തനും ഇരുമ്പഴിക്കുള്ളിൽ കയറേണ്ടി വരില്ല. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അതുവരെ കാണുന്നൊരു തിളക്കമുണ്ടായിരുന്നു. അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോഴേ വാസുദേവന് തോന്നി അവന്റെ കണ്ണുകളിൽ കത്തുന്നത് മരണമാണെന്ന്. ഈ 2 അങ്കത്തില് ഇനിയുള്ളത് ആ മരണമുഖത്തേക്കുള്ളൊരു യാത്രയാണ്. ഡാ, ഇനി എന്താ പ്ലാന്? ഇങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഇനി മുന്നോട്ടെങ്ങനെ എന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് അഴിഞ്ഞു നിൽക്കാം. കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്ക്, പിന്നീട് ആലോചിക്കാം ഇനി എന്ത് ചെയ്യണമെന്ന്. വാസുദേവന്റെ വീട്ടിലായിരുന്നു എല്ലാവരും. വർഷ കൊണ്ടുവന്ന ചായ കുടിക്കുന്നതിനിടയിൽ കാർത്തികിന്റെ ചോദ്യം കേട്ട് ഹരി ഒന്ന് മൂളി. എനിക്കും അതാണ് തോന്നുന്നത് ഹരി. പെട്ടെന്ന് എടുത്തു ചാടുന്നതിൽ കാര്യമില്ല. ഇനിയുള്ള ഓരോ നീക്കവും ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം. പിറകിൽ നമ്മൾ തേടുന്നവരുടെ കണ്ണുള്ള സ്ഥിതിക്ക്. വാസുവേട്ടൻ പറഞ്ഞത് കാർത്തിക്കും ശരിവെച്ചു. ശരിയാണ് ഹരി, എടുത്തു ചാടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല ഇത്. ശ്രദ്ധിക്കണം, പിറകിലുള്ളവരെ നിസ്സാരക്കാരാവില്ലെന്ന് ചിന്തിച്ചിട്ട് വേണം ഇനി ഓരോ അടിയും മുന്നോട്ട് വെക്കാൻ. ഹരി അതൊക്കെ തന്നെയായിരുന്നു ചിന്തിച്ചത്. അതിനോടൊപ്പം മനസ്സിൽ മറ്റൊന്നു കൂടി ഓർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവൻ. അന്ന് ആ ഹോട്ടൽ മുറിയിൽ വെച്ച് മായ്ക്ക് നേരെ അങ്ങനൊരു ആക്രമണം നടത്തിയത് ആരായിരിക്കും? ഒന്നുമല്ലെങ്കിൽ അവൾ അറിയുന്ന ആരോ, അല്ലെങ്കിൽ തന്നോട് ദേഷ്യമുള്ള തന്നെ മാത്രം ലക്ഷ്യം വെച്ച ഒന്ന്. പശുവിന്റെ ചൊറിച്ചിലും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന കണക്ക് കൂട്ടിയൊരാള്. ഹരി, എന്താ ആലോചിക്കുന്നത്? ഞാൻ മായയെക്കുറിച്ച് പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? സത്യത്തിൽ ആദ്യം എനിക്ക് മോൾക്കൊക്കെ അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അവളിപ്പോ ഇവിടെ ഉണ്ട് ഹരി. നിങ്ങളൊക്കെ അവൾ കാണുന്നുണ്ട്. എന്തൊക്കെയോ പറയാനും ചെയ്യാനും ബാക്കി വെച്ച് ജീവൻ വെടിഞ്ഞ ആത്മാവാണ് അവള്. അവളുടെ സാന്നിധ്യമാണ് ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ചതും. അവൾ ആഗ്രഹിച്ചത് നടത്തി കൊടുക്കുക എന്ത് കവിഞ്ഞ് ഒന്നും ഇനി ചിന്തിക്കാനില്ല ഹരി. അവളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ കുരുതിയെങ്കിൽ കുരുതി. എനിക്കും ഒരു മോളുണ്ട്, അവളെപ്പോലാണിപ്പോ എനിക്ക് മായയും. അത് പറയുമ്പോൾ വാസുദേവന്റെ വാക്കുകൾ ഒന്നിടറി. ജീവിതം നശിച്ച് മരണം കൊണ്ടുപോയ ഒരു മോളുടെ അച്ഛനാകുകയായിരുന്നു ആ നിമിഷം അയാള്. എനിക്ക് മനസ്സിലാവും വാസുവേട്ടാ, അവക്ക് അങ്ങനെയൊന്നും പോവാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഇനി അവള് ഗ്യാലറിയിൽ നിന്ന് കളി കാണട്ടെ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പോവാൻ ഞാൻ. ഹരിയുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു അപ്പോ. അങ്ങനെ നീ കളത്തിലിറങ്ങി കളിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങളുണ്ടടാ ഹരി നിന്റെ കൂടെ. ബാക്കിൽ നിന്ന് നിന്നെ കളിപ്പിക്കാനല്ല, നീ ഗോളടിക്കുമ്പോൾ മുന്നിൽ ഫൗള് കാണിക്കാൻ ആര് വന്നാലും അവനുള്ള അവലോസുണ്ട കൈയോടെ കൊടുക്കാൻ. കാർത്തിക് വീറോടെ എഴുന്നേക്കുമ്പോൾ വാസുദേവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അയാൾ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തുമ്പോൾ അയാൾക്ക് മറുത്തൊരു പുഞ്ചിരി നൽകാൻ അപ്പുറത്ത് അവളും ഉണ്ടായിരുന്നു, മായ. ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.